ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ലോഗ് കണ്ടാലോ? ഞാനാണെങ്കിൽ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചാൽ കിടന്നെങ്കിൽ എനിക്ക് അത്ര നേരത്തെ എണീക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എണീറ്റാൽ ഫോൺ അധികം നോക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ പുറത്തു കൂടിയൊക്കെ ഇങ്ങനെ നടക്കും. ഒന്നുമില്ല കാര്യമായിട്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എങ്കിലും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ കുറേ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നേ. ഇപ്പം തീർന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി എടുക്കാൻ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം മുറിച്ചെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ കയറി. എൻ്റെ റൂമിൽ എപ്പോഴും ഇങ്ങനെ ഇരുട്ടായിരിക്കും. ഒരു സൈഡിലോട്ട് മാത്രമേ വെളിച്ചമുള്ളൂ. അത് എങ്ങനെ ചെയ്തിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഈ കിടക്കുന്നത്. രാത്രി ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ ഈ ജേണൽ ചെയ്തതും പഠിച്ചതും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്യുക, എടുത്തു വെക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ചെയ്യേണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി ചായ കുടിച്ചു. ലേറ്റായി എണീറ്റിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നിയതുമില്ല. ഈ ഒരു ഏരിയയിൽ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സുഖം കിട്ടാറുണ്ട്. അതിനുശേഷം പിന്നെ എന്താ, നമുക്ക് പഠിക്കണം രാവിലെ തന്നെ. ഞാനാണെങ്കിൽ ഇന്നലെ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നടക്കത്തില്ല, ലേറ്റ് ആയതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഫ്രഷ് ആയിട്ട് കുറച്ച് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കാമെന്നുള്ളത്. ഇന്നലെ എഴുതി വെച്ചതിൽ മിക്കവാറും എല്ലാം ഞാൻ ചെയ്തു തീർത്തായിരുന്നു. പക്ഷെ ഒരു ടാസ്ക് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ ഫസ്റ്റായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ നേരം ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഈ കണ്ടിന്യൂസ് കുറേ നേരം ഇരുന്ന് പഠിക്കാനൊന്നും കഴിയാറില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് കുറേ മണിക്കൂർ ഇരുന്ന് പഠിക്കാറുണ്ട്. എനിക്കത് മടുപ്പ് വരാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി വെക്കാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി വെക്കണം, ജേണൽ ചെയ്യുമ്പോൾ ഉണ്ടാക്കണ്ട അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഭയങ്കര ഹറിബറിയായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, പിൻട്രസ്റ്റിൽ കയറുക, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കവായി സ്റ്റിക്കറിനോ ക്യൂട്ട് സ്റ്റിക്കറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കുറേ സ്റ്റിക്കേഴ്സ് കിട്ടും. അങ്ങനെ അതിൽ ഇഷ്ടപ്പെട്ട ഒന്ന് എടുക്കുക, എടുത്ത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിൻട്രസ്റ്റിൽ ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. അതിൽ കയറിയിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ അതിലെടുത്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം എനിക്ക് വേണ്ട ചിത്രങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഒരു പിങ്ക് കളർ നമുക്ക് ചെയ്യാം. ഞാൻ ഇന്നെല്ലാം ചെയ്ത എല്ലാ സ്റ്റിക്കേഴ്സും ഒരു പിങ്ക് കളറുണ്ട്. അങ്ങനെ ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ പേപ്പർ കോപ്പി ആപ്പിലാണ്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് വേണ്ട ഷേപ്പും അല്ലെങ്കിൽ വേണ്ട വലുപ്പത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ സൈഡിലുള്ള ഈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് പിന്നെ നീങ്ങത്തില്ല, അങ്ങോട്ടും മൂവ് ആവത്തില്ല. അപ്പം നമുക്ക് ഭയങ്കര സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ചെയ്ത് കുറേ നേരം എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ ചുമ്മാ എൻ്റെ ബ്ലാക്ക് കളർ കാണാനുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് വരച്ചിട്ട് അതിനുള്ളിൽ കളർ കൊടുക്കുക ചെയ്യാറ്. പിന്നെ ഞാൻ ബ്രൗൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഇതൊക്കെ വരച്ചു. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു വരച്ച് വന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്യലാണ് ഏറ്റവും വലിയ മടി പിടിച്ച കാര്യം. എനിക്ക് പൊതുവേ ഈ ക്ലീനിങ് ഇഷ്ടമല്ല. അണ്ടിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതേത് പാതിരാത്രി ആണെങ്കിലും ഞാൻ ചെയ്യും. പിന്നെ ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒരു ജേണലെങ്കിലും ചെയ്യാതിരിക്കുന്നത് ഭയങ്കര മോശമല്ലേ? ഇത്രയും ആയി ഈ ജേണൽ, ഇപ്പം അടുത്ത് തുറന്നിട്ടുള്ളൂ ഈ ജേണൽ. ആക്ച്വലി ഒരു ദിവസം 2 ജേണലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത് തീർന്നതാണ്. അപ്പം ഇനി ഫുൾ തീർന്നിട്ട് വേണം ഒരു ഫ്ലിപ്പ് ത്രൂ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ സെറ്റാക്കി വീഡിയോ ഒക്കെ പ്ലേ ചെയ്തു. പിന്നെ ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങി. നമ്മളെപ്പോഴും സ്റ്റിക്കർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് ഭാഗം വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതും എല്ലാവർക്കും അറിയുന്ന ഒരു ഇതായിരിക്കും, ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് വേണ്ട അത്ര സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജേണൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഭയങ്കര സിമ്പിളായിട്ട്, ഞാൻ പൊതുവേ അങ്ങനെ ഭയങ്കര പാടുള്ള ജേണലൊന്നും ചെയ്യാറില്ല. കാരണം ജേണലിങ് എപ്പോഴും നമ്മളെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കുറേ ഭയങ്കര ബുദ്ധിമുട്ടായി അതിൽ സ്ട്രെസ് അടിച്ച് അങ്ങനെ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനൊരു 5 സ്റ്റിക്കറാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ ഗ്രിഡ് പാറ്റേൺ വെച്ചിട്ടുള്ളൊരു പാറ്റേൺ ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഗ്രിഡ് പാറ്റേൺ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഗ്രിഡ് പാറ്റേൺ ഒക്കെ ഭയങ്കര സിമ്പിളാണല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ചെയ്ത് വന്നാലും എൻ്റെ ലാസ്റ്റ് ഗ്രിഡ് പാറ്റേൺ ആയി മാറാറുണ്ട്. പിന്നെ ഗം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വ്ളോഗിലെന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗമ്മിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ പിന്നെ ഞാൻ ഈ യെല്ലോ ഇത് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ബോറായി, അതായത് നമുക്കിങ്ങനെ ഭയങ്കര ഭയങ്കര നീറ്റായിട്ട് കിട്ടത്തില്ല. പക്ഷെ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ തുടങ്ങിയതുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചെയ്തതായിരുന്നു. അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ഞാൻ എൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ഈ 5 സ്റ്റിക്കേഴ്സും അവിടെ ഇവിടെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു വേഷം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗമ്മ് മാത്രമായിരുന്നു ഒരു കുഴപ്പമായി എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് ചുമ്മാ ഞാൻ ഓരോന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഈ ജേണലിൽ. എന്നെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുക, അതായത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഇഷ്ടം വരിക എന്നുള്ളതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഫുൾ എഴുതിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഈ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ ആലോചിച്ചിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അത് വിട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ക്യാമറ ആംഗിൾ മാറിപ്പോയതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് ഉച്ചയായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ പഠിക്കാനുണ്ട്, നമ്മളെ ടു ഡു ലിസ്റ്റ് ഫുള്ളാക്കണമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഇന്ന് സംഭവിച്ചുള്ളൂ, ബാക്കി ഫുൾ പഠിത്തമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ ആരോ ചോദിച്ചിട്ടായിരുന്നു ഈ ലോങ് ഫോർമാറ്റിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓക്കെ, ബായ്.